ഡിസംബർ 31 വിശുദ്ധ സിൽവസ്റ്റർ ഒന്നാമൻ പാപ്പ. തിരുസഭയിലെ 33-ാമത്തെ മാർപ്പാപ്പയായ സിൽവസ്റ്റർ ഒന്നാമൻ നിരവധി വിശേഷണങ്ങളാലും പ്രത്യേകതകളാലും നിറഞ്ഞ വിശുദ്ധനാണ്. ക്രിസ്ത്യാനികൾക്ക് റോമാ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ആദ്യ മാർപ്പാപ്പായും ഏറ്റവും കൂടുതൽ കാലം മാർപ്പാപ്പമാരായിട്ടുള്ള 10 പേരിൽ ഒരാളുമാണ് അദ്ദേഹം. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക ഉൾപ്പെടെ നിരവധി ദേവാലയ നിർമ്മാണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. 325 നിഖിയ സൂനകദോസും സിൽവസ്റ്റർ പാപ്പായുടെ കാലത്തായിരുന്നു. റോമാക്കാരായ റൂഫിനസ് ജസ്റ്റ ദമ്പതികളുടെ മകനായി ക്രിസ്തുവർഷം 250 റോമിലാണ് സിൽവസ്റ്റർ ജനിച്ചത്. അമ്മയുടെ ശിക്ഷണത്തിൽ ഉത്തമ ക്രിസ്ത്യാനിയായി സിൽവസ്റ്റർ വളർന്നു. കരീനിയോസ് എന്ന ക്രിസ്തുമത പണ്ഡിതനിൽ നിന്നും പരിശീലനം സ്വീകരിച്ച അദ്ദേഹത്തിന് മർസല്യൂസ് പാപ്പ പൗരോഹിത്യം നൽകി. സഭ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ നാളുകളിൽ റോമിൽ അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ആ മതപീഡന കാലത്ത് മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരും ഉൾപ്പെടെ നിരവധി ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി. 312 റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ തൻ്റെ സിംഹാസനം നിലനിർത്തുന്നതിനു വേണ്ടി നടത്തിയ യുദ്ധത്തിൽ കുരിശിൻ്റെ അടയാളത്തിലൂടെ വിജയം നേടി. തുടർന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 313 നടത്തിയ മിലാൻ വിളംബരത്തോടെ ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സമയത്ത് മാർപ്പാപ്പ ആയിരുന്നത് വിശുദ്ധ മിൽത്തിയാദസ് ആയിരുന്നു. മിൽത്തിയാദസ് പാപ്പായുടെ മരണത്തെ തുടർന്ന് 314 ജനുവരി 31 സിൽവസ്റ്റർ തിരുസഭയുടെ 33-ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ടിയാറ എന്ന കിരീടം ധരിച്ച് സ്ഥാനമേറ്റ ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം. മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു സിൽവസ്റ്റർ പാപ്പായുടെ പ്രവർത്തനങ്ങൾ. സഭാഭരണത്തിൽ ക്രമവും ചിട്ടയും അച്ചടക്കവും അദ്ദേഹം കൊണ്ടുവന്നു. സഭയിൽ ഉയർന്നു വന്ന ഡൊണാറ്റിസം, ആര്യനിസം തുടങ്ങിയ പാഷാണ്ഡതകൾക്കെതിരെ അദ്ദേഹം പോരാടി. രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും വിവരങ്ങൾ ശേഖരിച്ച് എഴുതി സൂക്ഷിക്കുകയും അവരുടെ കബറിടങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്തു. ചക്രവർത്തി മാർപ്പാപ്പായ്ക്ക് വിട്ടുകൊടുത്ത ലാറ്ററൽ കൊട്ടാരം പാപ്പ ഏറ്റെടുത്ത് ചക്രവർത്തിയുടെ സഹായത്തോടെ വലുതാക്കി. 324 ലാറ്ററൽ കൊട്ടാരം മാർപ്പാപ്പായുടെ ഔദ്യോഗിക കത്തീഡ്രലും വസതിയുമായി സമർപ്പിക്കപ്പെട്ടു. പാപ്പായുടെ നേതൃത്വത്തിൽ റോമിലും വിശുദ്ധ നാടുകളിലും നിരവധി ദേവാലയങ്ങൾ നിർമ്മിച്ചു. രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും കബറിടങ്ങൾക്ക് മുകളിൽ ദേവാലയങ്ങളും സ്മാരകങ്ങളും സ്ഥാപിച്ചു. ക്രിസ്തുവർഷം 318 അലക്സാണ്ട്രിയയിലെ ആരിയൂസ് എന്ന പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പാഷാണ്ഡത പ്രചരിപ്പിച്ചു. പ്രാദേശിക സഭ ആരിയൂസിനെ പുറത്താക്കിയെങ്കിലും അദ്ദേഹം തൻ്റെ അബദ്ധ സിദ്ധാന്തം പ്രചരിപ്പിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യത്തിലുടനീളം പ്രസംഗിച്ചു നടക്കുകയും നിരവധി അനുയായികളെ നേടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ആര്യനിസം എന്ന ഈ പാഷാണ്ഡതയ്ക്കെതിരെ സിൽവസ്റ്റർ പാപ്പായുടെ അനുഗ്രഹത്തോടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിഖിയ സൂനകദോസ് വിളിച്ചുകൂട്ടിയത്. ഇതാണ് സഭയിലെ ആദ്യത്തെ സാർവത്രിക സൂനകദോസ്. ആര്യൻ പാഷാണ്ഡത തള്ളിക്കളഞ്ഞ ഈ സമ്മേളനത്തിൽ വെച്ചാണ് നിഖിയ വിശ്വാസ പ്രമാണം രൂപം കൊണ്ടത്. സിൽവസ്റ്റർ പാപ്പായുടെ കാലത്ത് ക്രിസ്തുവർഷം 330 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമയിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റി. ഒരു ക്രിസ്ത്യാനിയെ പോലെ ജീവിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മരണാസന്നനായ സമയത്താണ് വിശുദ്ധ എവുസേബിയൂസിൽ നിന്നും മാമോദീസ സ്വീകരിച്ചത്. കർത്താവിൻ്റെ ഉദ്ധാന ദിവസമായ ഞായറാഴ്ച പൊതുവിശ്രമ ദിവസമായി ആചരിക്കണം എന്ന് നിർദ്ദേശിച്ചത് സിൽവസ്റ്റർ പാപ്പായാണ്. 65 മെത്രാന്മാരെയും 42 വൈദികരെയും 25 ഡീക്കന്മാരെയും അദ്ദേഹം അഭിഷേകം ചെയ്തിട്ടുണ്ട്. 335 ഡിസംബർ 31 സ്വർഗത്തിലേക്ക് യാത്രയായ സിൽവസ്റ്റർ പാപ്പ 21 വർഷവും 11 മാസവും തിരുസഭയെ നയിച്ചു. വിശുദ്ധൻ്റെ ശരീരം വിശുദ്ധ പ്രസില്ലായുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ക്രിസ്തുവർഷം 762 റോമാ നഗരത്തിൽ നിർമ്മിച്ച വിശുദ്ധ സിൽവസ്റ്ററിൻ്റെ ദേവാലയത്തിലേക്ക് വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ പോൾ ഒന്നാമൻ പാപ്പ മാറ്റി സ്ഥാപിച്ചു.